റബ്ബർ കർഷകർക്ക് എന്താ പറയുക, ടാപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യാനേ പറ്റത്തില്ല. അത്ര മഴ പെയ്യാണ്, നന്നായിട്ട് മഴ പെയ്യാണ്. അപ്പോൾ റബ്ബർ കർഷകർക്ക് ടാപ്പിങ് ചെയ്യാനേ പറ്റത്തില്ല. ഈ ഒരു മാസം മിക്കവാറും ഇങ്ങനെ തന്നെ പോകുന്നതാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഭയങ്കര മഴയാണ്. അപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ അവസ്ഥ എന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ പറയുക, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മുടെ റേഷൻ എന്താ പറയുക, അരി ഉള്ളത് കൊണ്ട് അവർ കഞ്ഞി വെച്ചെങ്കിലും കുടിക്കും എന്നൊരു സമാധാനം അല്ലേ. നമ്മൾ ചിലപ്പോൾ എന്താ പറയുക 3-4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കർഷക കുടുംബങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു നേരം പോലും നേരെ ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മൾക്കറിയാൻ പറ്റത്തില്ല. നമ്മളിവിടെ നമ്മുടെ മക്കൾക്ക് രാവിലെ കാപ്പി കൊടുത്താൽ വേണ്ട, കഴിക്കാൻ വേണ്ട, ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ വേണ്ട, വൈകിട്ട് കാപ്പി കൊടുത്താൽ വേണ്ട, അവർക്ക് കഴിക്കാൻ വേണ്ട, ഭയങ്കര മടിയും ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഈ ഒരു മഴയുടെയും ഇങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥ നിൽക്കുമ്പോൾ എത്രയോ കുടുംബങ്ങൾ, കർഷക കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുമക്കൾക്ക് എന്താ പറയുക, ഒരു നേരത്തെ ആഹാരം പോലും, ഒരു നേരത്തെ വിശപ്പിന് പോലും ആഹാരം ഒന്നും കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ എന്താ പറയുക, ആ ഒരു വിശപ്പിൻ്റെയും ആ ഒരു കഷ്ടതയുടെയൊന്നും എന്താ പറയുക, ആ ഒരു വേദന അറിയാതെയാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അവർക്ക് ആഹാരത്തിനൊന്നും ഒരു വിലയില്ല.